ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഴം വച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമാണ്. അതിനായിട്ട് ഞാനിവിടെ 1/4 കിലോ ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. അതിനായിട്ട് ആദ്യം നമുക്ക് ഈ പഴം ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം. ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് 1/2 കപ്പ് പഞ്ചസാര 3-4 ഏലക്ക ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുക. നന്നായി പൊടിച്ചെടുത്ത ശേഷം ഇത് ഈ അടിച്ചെടുത്ത പഴത്തിലേക്ക് ചേർക്കുക. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് മൈദ വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ്. ആദ്യം 1 കപ്പ് ഗോതമ്പ് പൊടി ഈ പഴത്തിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. 2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ഒരുമിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ആദ്യം 1 കപ്പ് മാത്രം ചേർത്താൽ മതിയാവും. അതിനുശേഷം 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കേണ്ടത്. 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. നമ്മളിപ്പോൾ ചേർത്ത 1 കപ്പ് മാവ് ഇതിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഒരു സ്പൂൺ കൊണ്ടോ കൈ കൊണ്ടോ നമുക്ക് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ്. ഇത് കുറച്ച് സമയം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ബാക്കിയുള്ള 1 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ഇതിൽ ചേർക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ചെടുക്കാം. കുറച്ച് സമയം നന്നായി കുഴച്ചെടുക്കണം. ഇപ്പോൾ മാവ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെച്ച ശേഷം ഇതിലേക്ക് ചേർക്കുന്നതിനായിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് നെയ്യിൽ മൂപ്പിച്ചെടുക്കണം. ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത ശേഷം കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞത് ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഈ തേങ്ങാക്കൊത്ത് നല്ല ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. എള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മൂപ്പിച്ചെടുത്ത എള്ളും തേങ്ങാക്കൊത്തും മുഴുവനായിട്ട് നേരത്തെ കുഴച്ച് വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഞാനിവിടെ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് നമുക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കൈ കൊണ്ടോ ഒരു സ്പൂൺ കൊണ്ടോ കുറേശ്ശെ മാവ് ഉരുട്ടി എണ്ണയിലേക്ക് ഇടാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിടാവുന്നതാണ്. ബോൾസ് എല്ലാം നല്ല ബ്രൗൺ നിറമായി വരുമ്പോഴേക്കും നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.